111ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Capital expenditure are recorded in the first option trading account, second option profit and loss account, third option balance sheet, fourth option capital account. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസാക്ഷൻ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു ട്രാൻസാക്ഷൻ, പർച്ചേസ് ഓഫ് മെഷീനറി ഫോർ ക്യാഷ്. ഒരു എക്സാമ്പിളാണ് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്, പർച്ചേസ് ഓഫ് മെഷീനറി ഫോർ ക്യാഷ്. അപ്പോൾ എങ്ങനെ ജേണൽ എൻട്രി എഴുതും? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണോ എഴുതുന്നത്? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണോ എഴുതുന്നത്? ജേണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. എന്തുകൊണ്ടാണ് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എഴുതാത്തത്? കാരണം ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ മാത്രമാണ് ആ ഒരു സ്ഥാപനം, അത് റീസെയിലിനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ടായിക്കോട്ടെ, ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ മാത്രമാണ് ഒരു പർച്ചേസ് അക്കൗണ്ട് എൻട്രി ചെയ്യുള്ളൂ. ഇവിടെ മെഷീനറി ആയതുകൊണ്ട് ഇസ് ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് വരും. മെഷീനറി എവിടെ റെക്കോർഡ് ചെയ്യുന്നത്? മെഷീനറി ബാലൻസ് ഷീറ്റിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ക്യാഷ് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കിയാൽ നമുക്ക് ആ ഒരു രീതിയിൽ എടുക്കാം. ക്യാഷ് എവിടെയാണ് വരുന്നത്? ബാലൻസ് ഷീറ്റിലാണ് വരുന്നത്. അപ്പോൾ സ്യൂട്ടബിൾ ആൻസർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റെക്കോർഡഡ് ഇൻ ദി 111ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ്. ആൻസർ ബാലൻസ് ഷീറ്റാണ്. 112ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫാക്ടറി കോസ്റ്റ് മീൻസ് ഫസ്റ്റ് ഓപ്ഷൻ പ്രൈം കോസ്റ്റ് പ്ലസ് വർക്ക്സ് ഓവർ ഹെഡ്, സെക്കൻഡ് ഓപ്ഷൻ പ്രൈം കോസ്റ്റ് പ്ലസ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, തേർഡ് ഓപ്ഷൻ പ്രൈം കോസ്റ്റ് മൈനസ് ഫാക്ടറി എക്സ്പെൻസസ്, ഫോർത്ത് ഓപ്ഷൻ പ്രൈം കോസ്റ്റ് മൈനസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. ഫാക്ടറി കോസ്റ്റ് മീൻസ് സ്യൂട്ടബിൾ ആൻസർ പ്രൈം കോസ്റ്റ് പ്ലസ് വർക്ക്സ് ഓവർ ഹെഡ് ആണ്. 112ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ആ കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് ഷീറ്റിൽ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 112ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഫാക്ടറി കോസ്റ്റ് മീൻസ് പ്രൈം കോസ്റ്റ് പ്ലസ് വർക്ക്സ് ഓവർ ഹെഡ് ആണ്. 112ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 113ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ അക്കൗണ്ട് റെക്കോർഡ്? ഫസ്റ്റ് ഓപ്ഷൻ ബിൽ ഓഫ് മെറ്റീരിയൽ, സെക്കൻഡ് ഓപ്ഷൻ ബിൻ കാർഡ്, തേർഡ് ഓപ്ഷൻ സ്റ്റോർസ് ലെഡ്ജർ, ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദി എബോവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളത് ഏതാണ് അക്കൗണ്ട് റെക്കോർഡ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 113ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ സ്റ്റോർസ് ലെഡ്ജർ ആണ്. സ്റ്റോർസ് ലെഡ്ജറിലാണ് മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റിയും പ്രൈസും കാണിക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റിയും പ്രൈസ്, ആ പ്രൈസ് എന്നുള്ള രീതിയിലാണ് ഒരു അക്കൗണ്ട് റെക്കോർഡായിട്ട് ഇത് പരിഗണിക്കുന്നത്. അപ്പോൾ 113ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ഈ ബിൻ കാർഡ് നോക്കിയേ, ബിൻ കാർഡിൽ ഈ പറഞ്ഞിട്ടുള്ള മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് എന്തായിട്ട് പരിഗണിക്കുന്നില്ല? അക്കൗണ്ടിങ് റെക്കോർഡായിട്ട് പരിഗണിക്കുന്നില്ല. അപ്പോൾ 113ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. 114ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ ഫ്രം ദി ഗിവൺ ബിലോ. ഫസ്റ്റ് ഓപ്ഷൻ ഒബ്സോളിസൻസ്, സെക്കൻഡ് ഓപ്ഷൻ ഡിപ്ലീഷൻ, തേർഡ് ഓപ്ഷൻ എക്സ്കോഷൻ, ഫോർത്ത് ഓപ്ഷൻ ഡിപ്രിസിയേഷൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ഓഡ് വൺ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒബ്സോളിസൻസും ഡിപ്ലീഷനും എക്സ്കോഷനും ഒരു റീസൺ ആണ് ഡിപ്രിസിയേഷൻ്റെ. അപ്പോൾ ഓഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രിസിയേഷൻ ആണ്. അപ്പോൾ 114ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ ഡിപ്രിസിയേഷൻ. 115ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Dash is a non-operative expense. First option tax and interest, second option bar debts, third option distribution expenses, fourth option depreciation. ബാർ ഡെറ്റ്സും ഡിസ്ട്രിബ്യൂഷനും നമുക്കറിയാം, ഡിപ്രിസിയേഷൻ ഇതെല്ലാം ഒരു ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് ആയിട്ട് പരിഗണിക്കുമ്പോൾ ടാക്സസ് ആൻഡ് ഇൻട്രസ്റ്റ് എന്തായിട്ട് പരിഗണിക്കുന്നില്ല? ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് ആയിട്ടല്ല പരിഗണിക്കുന്നത്. അപ്പോൾ ഇസ് എ കാറ്റഗറൈസ്ഡ് അണ്ടർ നോൺ ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ 115ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 116ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ട്രേഡ് ഡിസ്കൗണ്ട് അലൗഡ് അറ്റ് ദി ടൈം ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. ഫസ്റ്റ് ഓപ്ഷൻ റെക്കോർഡഡ് ഇൻ ജേണൽ, സെക്കൻഡ് ഓപ്ഷൻ റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക് ഓൺലി, തേർഡ് ഓപ്ഷൻ റെക്കോർഡഡ് ഇൻ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ നോട്ട് റെക്കോർഡഡ് ഇൻ അക്കൗണ്ട് ബുക്ക്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ട്രേഡ് ഡിസ്കൗണ്ട് അലൗഡ് അറ്റ് ദി ടൈം ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. താഴെ കൊടുത്ത ഏതാണ് സ്യൂട്ടബിൾ ആൻസർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് ആൻ അലൗഡ് ബൈ ദി ഹോൾസെയിലർ ടു ദി റീറ്റെയിലർ ആണ്. ട്രേഡ് ഡിസ്കൗണ്ട് നോട്ട് റെക്കോർഡഡ് ഇൻ അക്കൗണ്ട് ബുക്കാണ്. അതാണ് സ്യൂട്ടബിൾ ആൻസർ. അപ്പോൾ 116ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ നോട്ട് റെക്കോർഡഡ് ഇൻ അക്കൗണ്ട് ബുക്കാണ്. അടുത്തൊരു ഡിസ്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് ആൻ അലൗഡ് ബൈ ദി ക്രെഡിറ്റർ ടു ദി ഡെപ്റ്റർ ഫോർ ദി പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ഓർ ഡെപ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ 116ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. 117ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ₹1000 റെൻറ്റ് പെയ്ഡ് ടു മോഹൻ വാസ് ഡെബിറ്റഡ് ടു Mohan's personal account. This is an example of dash error. First option omission, second option partial omission, third option commission, fourth option principal. Rent paid to Mohan. എങ്ങനെ ജേണൽ എൻട്രി വരുമായിരുന്നു?
റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇതായിരുന്നു ആക്ച്വലി വരേണ്ട ജേണൽ എൻട്രി. പക്ഷേ എങ്ങനെ ജേണൽ എൻട്രി ഇട്ടുപോയി അല്ലെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്തു? റെൻറ്റ് പെയ്ഡ് ടു മോഹൻ വാസ് ഡെബിറ്റഡ് ടു മോഹനല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് മോഹൻ അക്കൗണ്ടിൽ എന്ത് ചെയ്തു? ഡെബിറ്റ് കാണിച്ചു. അപ്പോൾ ജേണൽ എൻട്രി മോഹൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്നുള്ള രീതി വന്നു. ശരിക്കും റെൻറ്റ് അക്കൗണ്ട് അതൊരു എക്സ്പെൻസസാണ്. ഇത് എവിടെ റെക്കോർഡ് ചെയ്തു? മോഹൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്തു. അപ്പോൾ ആ ഒരു അക്കൗണ്ട് തന്നെ മാറിപ്പോയി. പക്ഷേ ഇതെന്താണ് ഈ പറഞ്ഞിട്ടുള്ള ട്രയൽ ബാലൻസിൽ രണ്ട് എമൗണ്ടുകളും ടാലിയാണ്. ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ ബാധിക്കുന്നില്ല. പക്ഷേ എററാണ്. കാരണം ഈ പറഞ്ഞുള്ള റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നുള്ളത് ആ മോഹന് പേഡ് ചെയ്തു എന്നുള്ള രീതിയിൽ മോഹൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ദി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ 117ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഏത് വരും? ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് എറർ. ഡി ആണ് ആൻസർ. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 118ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്യാഷ് കോളം ഇൻ എ ക്യാഷ് ബുക്ക് always shows first option debit balance, second option credit balance, third option debit or credit balance, fourth option not balanced. Cash column in cash book. Cash bookle cash column. Cash ഇപ്പോൾ ഡെബിറ്റ് ബാലൻസ് അല്ല, അത് തന്നെയാണ്. ബുക്ക് ഓൾവേസ് ഷോസ് എ ഡെബിറ്റ് ബാലൻസ്. 118ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. 119ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസൈൻമെന്റ് അക്കൗണ്ട് ഇസ് എ ഡാഷ് അക്കൗണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ പേഴ്സണൽ, second option artificial personal, third option real, fourth option nominal. Consignment account. Consignment account is prepared to find out profit or loss on a particular consignment. Profit or loss ആയതുകൊണ്ട് ഏത് അക്കൗണ്ടാണ്? നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പോൾ 119ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. നോമിനൽ അക്കൗണ്ട്. 120ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് 30%, then operating ratio will be first option 50%, second option 70%, third option 100%, fourth option less than 30%. Net profit ratio 30% ആണ്. Then operating ratio will be, operating ratio calculate 100 minus net profit ratio, that means 30 is equal to എത്രയാണ്? 70%. ആ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ 120ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. 70%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 121ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ അക്കൗണ്ട് ഓഫ് ഡാഷ് കൺവെൻഷൻ പ്രൊവിഷൻ ഇസ് മെയ്ഡ് ഫോർ പോസിബിൾ ബാഡ് ഡെറ്റ്സ് ഔട്ട് ഓഫ് കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ ഫുൾ ഡിസ്ക്ലോഷർ, സെക്കൻഡ് ഓപ്ഷൻ കൺസിസ്റ്റൻസി, തേർഡ് ഓപ്ഷൻ കൺസർവേറ്റിസം, ഫോർത്ത് ഓപ്ഷൻ മെറ്റീരിയാലിറ്റി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഓൺ അക്കൗണ്ട് ഓഫ് ഡാഷ് കൺവെൻഷൻ. ഏത് അക്കൗണ്ടിങ് കൺവെൻഷൻ പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ്? പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ പോസിബിൾ ബാഡ് ഡെറ്റ്സ്. പോസിബിൾ ആയിട്ടുള്ള ബാഡ് ഡെറ്റ്സിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാണ് ഔട്ട് ഓഫ് കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റിൽ നിന്ന്. അപ്പോൾ ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്? ആൻറ്റിസിപ്പേറ്റ് ഓൾ ചാൻസസ് ഓഫ് ലോസ്. ലോസസിനുള്ള എല്ലാ ചാൻസസും എന്ത് ചെയ്യുക? ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ബട്ട് ലിവ് ദി ചാൻസസ് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിനുള്ള ചാൻസസ് വിട്ടുകളയുക. കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ്. എന്താണ്? ലോസസ് ഒക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. കാരണം ഫ്യൂച്ചർ അൺസർട്ടൺ ആണ്. പ്രോഫിറ്റ് എന്താണ്? ഇഗ്നോർ ചെയ്യുക. ആ രീതിയിലുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഇസ് എ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റീവ്സ് ആണ്. അപ്പോൾ 121ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. 122ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റഡ് ബൈ ഇഗ്നോറിംഗ് ഡിപ്രിസിയേഷൻ ഈസ് നോൺ ആസ്. ഫസ്റ്റ് ഓപ്ഷൻ ടോട്ടൽ ബേസിസ് വർക്കിംഗ് ക്യാപിറ്റൽ, സെക്കൻഡ് ഓപ്ഷൻ ക്യാഷ് ബേസിസ് വർക്കിംഗ് ക്യാപിറ്റൽ, തേർഡ് ഓപ്ഷൻ ക്രെഡിറ്റ് ബേസിസ് വർക്കിംഗ് ക്യാപിറ്റൽ, ഫോർത്ത് ഓപ്ഷൻ വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റഡ് ബൈ എന്താണ്? ഇഗ്നോർ ചെയ്യുക. ഡിപ്രിസിയേഷൻ ഇഗ്നോർ ചെയ്ത് ഈസ് നോൺ ആസ്. അതിന് പറയുന്ന പേര് 122ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. ക്യാഷ് ബേസിസ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 123ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സാലറി പെയ്ഡ് ബൈ ചെക്ക് ഈസ് റെക്കോർഡഡ് ഇൻ ഡാഷ് കോളം ഇൻ ദി ഡേ ബുക്ക്. ഫസ്റ്റ് ഓപ്ഷൻ ക്യാഷ്, സെക്കൻഡ് ഓപ്ഷൻ ബാങ്ക്, തേർഡ് ഓപ്ഷൻ അഡ്ജസ്റ്റ്മെന്റ്, ഫോർത്ത് ഓപ്ഷൻ ക്യാഷ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സാലറി പെയ്ഡ് ബൈ ചെക്ക് റെക്കോർഡഡ് ഇൻ ദി ഡാഷ് കോളം ഇൻ ദി ഡേ ബുക്ക്. ഡേ ബുക്കിലെ ഏത് കോളത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സാലറി പെയ്ഡ് ബൈ ചെക്ക്. സാലറി പെയ്ഡ് ബൈ ക്യാഷ് ആണ്. ഈ ക്യാഷ് കോളത്തിൽ റെക്കോർഡ് ചെയ്തത്. ചെക്ക് ആയതുകൊണ്ട് എവിടെ റെക്കോർഡ് ചെയ്യും? അഡ്ജസ്റ്റ്മെൻറ്റ് കോളം. 123ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. 124ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂ ടു അക്കൗണ്ട് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻഡിക്കേറ്റീവ്. ഡ്യൂ ടു അസറ്റ് റിപ്പീറ്റഡ് അല്ലേ? ഡ്യൂ ബൈ ലയബിലിറ്റി. ഇവിടെ ഡ്യൂ ടു ആയതുകൊണ്ട് 124ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. അസറ്റ്സ് ആണ്. 125ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ അൺറിട്ടേൺ പോർഷൻസ് ഓഫ് ദി ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇസ് എ ഡാഷ് അസറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ ഫിക്സ്ഡ്, സെക്കൻഡ് ഓപ്ഷൻ കറണ്ട്, തേർഡ് ഓപ്ഷൻ ടാഞ്ചിബിൾ, ഫോർത്ത് ഓപ്ഷൻ ഫിക്റ്റീഷ്യസ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിളാണ്
ഹെവി അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ ഒക്കെ. ഹെവി അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. പക്ഷേ റവന്യൂ ആയിട്ട് പരിഗണിക്കാത്ത അതിൻ്റെ ബെനിഫിറ്റ് ഒരു വർഷത്തേക്കല്ല, ലാസ്റ്റ് ഫോർ മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരീഡിലേക്ക് എന്താണ് നിലനിൽക്കും. അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ടാണ് ഹെവി അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിനെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. ആ ഡെബിറ്റ് ബാലൻസ് എവിടെ റൈറ്റ് ഓഫ് ചെയ്ത് കളയേണ്ടതാണ്? പി ആൻഡിൽ റൈറ്റ് ഓഫ് ചെയ്ത് കളയേണ്ടതാണ്. അപ്പോൾ പി ആൻഡിൽ റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത് എവിടെ കാണിക്കേണ്ടി വരും? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടി വരും, ടെക്നിക്കൽ റീസൺ കാരണം. അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഏതിൻ്റെ കാറ്റഗറിയിലാണ് കാണിക്കുന്നത്? ഫിക്റ്റീഷ്യസ് അസറ്റാണ്. ഒരു ഫിക്റ്റീഷ്യസ് അസറ്റിൻ്റെ താഴെയാണ് കാണിക്കുന്നത്. അപ്പോൾ 125ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡാഷ് അസറ്റ്. 125 ആൻസർ ഡി ആണ് ആൻസർ, ഫിക്റ്റീഷ്യസ് അസറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 126ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഡിസ്കൗണ്ട് ബിൽ ഡിസോണേഡ് ദ അക്സെപ്റ്റർ ക്രെഡിറ്റ്സ്. ഫസ്റ്റ് ഓപ്ഷൻ ഡ്രോവർ, സെക്കൻഡ് ഓപ്ഷൻ ഡ്രോയി, തേർഡ് ഓപ്ഷൻ ബാങ്ക്, ഫോർത്ത് ഓപ്ഷൻ ബിൽസ് പേബിൾ അക്കൗണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വെൻ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ബില്ല് ഡിസോണേഡ് ആകാൻ നേരത്ത് അക്സെപ്റ്റർ ആരെ ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക, ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള വ്യക്തി ആരാണ്? അക്സെപ്റ്ററാണ്. ആർക്ക് കൊടുക്കണം? ഡ്രോവറിന് കൊടുക്കണം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഡ്രോവർ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് അക്സെപ്റ്ററിനെ സംബന്ധിച്ച് ഈ ഡ്രോവർ ഏത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഡ്രോവർ തയ്യാറാക്കിയ ബില്ല് അക്സെപ്റ്റർ അക്സെപ്റ്റ് ചെയ്യാൻ നേരത്ത് ഈ ക്രെഡിറ്റ് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആകും. അപ്പോൾ ഡ്രോവറിൻ്റെ അടുത്താണല്ലോ ഈ ബില്ല്. അപ്പോൾ ഡ്രോവർ ഡ്യൂ ഡേറ്റിന് മുമ്പ് ഈ ബില്ല് ബാങ്കിൽ കൊടുത്തോ എന്ത് ചെയ്യും? ഡിസ്കൗണ്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അതിനുശേഷം ഡ്യൂ ഡേറ്റ് വരാൻ നേരത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബില്ല് ഡിസോണർ ആയിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? അക്സെപ്റ്റർ ഡ്രോവറിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഫസ്റ്റിലെ ക്രെഡിറ്റ് ബാലൻസ് ആയിരുന്നു, അക്സെപ്റ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. വീണ്ടും എന്താണ്? അപ്പോൾ പിന്നെ ആ ഡ്യൂ ഡേറ്റിൽ പേയ്മെൻറ്റ് കൊടുത്തില്ലല്ലോ, വീണ്ടും ബാധ്യതപ്പെട്ട് തന്നെ ഈ പറഞ്ഞ അക്സെപ്റ്റർ കൊടുക്കാനുള്ളതായിട്ട് പരിഗണിച്ച് അക്സെപ്റ്റർ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ആരെ ക്രെഡിറ്റ് ചെയ്യും? ഡ്രോവറിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ വേൻ ഡിസ്കൗണ്ട് ബില്ല് ഡിസോണർ ആയി കഴിഞ്ഞാൽ അക്സെപ്റ്റർ ഈ പേയ്മെൻറ്റ് കൊടുത്തതായിട്ട് പരിഗണിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അക്സെപ്റ്റർ കൊടുക്കാനുള്ളതുകൊണ്ട് ഡ്രോവറിനെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അക്സെപ്റ്റർ ക്രെഡിറ്റ് ദി ഡ്രോവർ. അപ്പോൾ 126ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് ആൻസർ. 127ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻ ഓഫ് ഡാഷ് നേച്ചർ. ഫസ്റ്റ് ഓപ്ഷൻ ക്യാപിറ്റൽ, സെക്കൻഡ് ഓപ്ഷൻ റവന്യൂ, തേർഡ് ഓപ്ഷൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ, ഫോർത്ത് ഓപ്ഷൻ ഫിക്സഡ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അല്ല, ഇറ്റ്സ് എ നോമിനൽ നേച്ചർ എന്ന് പറയാം. അപ്പോൾ റവന്യൂ ആണ്. അപ്പോൾ 127ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, റവന്യൂ. നോൺ പ്രോഫിറ്റ് സി ക്യു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്ന 2 അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണെങ്കിൽ റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? റിയൽ അക്കൗണ്ടാണ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻ ഓഫ് നോർമൽ ആയതുകൊണ്ട് റവന്യൂ നേച്ചർ. അപ്പോൾ 127ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. 128ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പീരീഡ് കോസ്റ്റ് ആർ ഡാഷ് കോസ്റ്റ്. ഫസ്റ്റ് ഓപ്ഷൻ വേരിയബിൾ, സെക്കൻഡ് ഓപ്ഷൻ പ്രൈം, തേർഡ് ഓപ്ഷൻ ഫിക്സ്ഡ്, ഫോർത്ത് ഓപ്ഷൻ ഓവർ ഹെഡ്. പീരീഡ് കോസ്റ്റ് ആർ ഡാഷ് കോസ്റ്റ്. ഏത് കോസ്റ്റാണ്? ആൻസർ സി ആണ് ആൻസർ, ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റിന് എക്സാമ്പിളാണ് സാലറി, അതേപോലെ തന്നെ റെൻ്റൊക്കെ. 128ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പീരീഡ് കോസ്റ്റ് ആർ ഡാഷ് കോസ്റ്റ്. സി ആണ് ആൻസർ, ഫിക്സഡ് കോസ്റ്റ്. 128ൻ്റെ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 129ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആപ്ലിക്കബിൾ ടു ഷുഗർ ഇൻഡസ്ട്രി. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഷുഗർ ഇൻഡസ്ട്രിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കോസ്റ്റിംഗ് മെത്തേഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 129ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ജോബ് കോസ്റ്റിംഗ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ്. കസ്റ്റമറിൻ്റെ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സിൻ്റെ ബേസിൽ എന്താണ് പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. ജനറൽ എഞ്ചിനീയറിംഗ് വർക്ക്സൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. അതൊരു ബാച്ചസ് ആയിട്ട് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയാം. ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സർവീസ് കൺസേണുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഇലക്ട്രിസിറ്റി, അതുപോലെ ബസ് സർവീസസ്, അങ്ങനെയൊക്കെയുള്ള സർവീസ് കൺസേണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റിംഗ് ആണ് ഇത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. അപ്പോൾ 129ൻ്റെ ആൻസർ സി ആണ് ആൻസർ. 130ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഗ്രീസ് ഇൻ ദി എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ് റിസൾട്ട് ഇൻ. ഫസ്റ്റ് ഓപ്ഷൻ ഡിഗ്രീസ് ഇൻ ക്യാഷ്, സെക്കൻഡ് ഓപ്ഷൻ ഇൻക്രീസ് ഇൻ ലയബിലിറ്റി, തേർഡ് ഓപ്ഷൻ ഇൻക്രീസ് ഇൻ ക്യാഷ്, ഫോർത്ത് ഓപ്ഷൻ നോ ചേഞ്ച് ഇൻ ലയബിലിറ്റി. ഡിഗ്രീസ് ഇൻ ദി എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയണമെങ്കിൽ നമുക്കൊരു ജേണൽ എൻട്രി നോക്കാം. ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കണം. ക്രെഡിറ്റേഴ്സിന് ഏത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് വരും. അപ്പോൾ ഡിഗ്രീസ് ഇൻ ദി എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ് റിസൾട്ട് ഇൻ
ക്യാഷ് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ 130ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ്. ആൻസർ ഡിക്രീസ് ഇൻ ക്യാഷ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 131ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ഈസ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്, ബാങ്ക് ചാർജസ് ഓഫ് ₹300 recorded twice in the passbook will be. First option added by ₹300, second option added by ₹600, third option deducted by ₹300, fourth option deducted by ₹600. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വെൻ ഓവർ ഡ്രാഫ്റ്റ് ആണ്, ആസ് പെർ ക്യാഷ് ഈസ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആണ്. ബാങ്ക് ചാർജസ് ഓഫ് ₹300, ബാങ്ക് ചാർജ് ചെയ്തു ₹300 റെക്കോർഡഡ് ടോയ്സ് ഇൻ ദി പാസ്ബുക്കിൽ 2 തവണ റെക്കോർഡ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരു തവണ ആ ഒരു ബാലൻസ് ഈക്വൽ ആവുന്നതിന് വേണ്ടി ഒരു തവണ എവിടെ റെക്കോർഡ് ചെയ്താൽ മതി? ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്താൽ മതി. അത്രയും കൂടണ്ടേ? കാരണം എന്താണ്, ഈ ക്യാഷ് ബുക്ക് കാണിച്ചേക്കണേ ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആഡഡ് ബൈ ₹300 എവിടെ? ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിൻ്റെ കൂടെ. അപ്പം 131ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ ആഡഡ് ബൈ ₹300. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 132ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലയബിലിറ്റി ഫോർ ബിൽ ഡിസ്കൗണ്ടഡ് ഈസ് എ, ഫസ്റ്റ് ഓപ്ഷൻ കറണ്ട്, സെക്കൻഡ് ഓപ്ഷൻ ഫിക്സഡ്, തേർഡ് ഓപ്ഷൻ കണ്ടിജന്റ്, ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദി അബോവ്. ലയബിലിറ്റി ഫോർ ബിൽ ഡിസ്കൗണ്ടഡ്, ബിൽ ഡിസ്കൗണ്ടഡിൻ്റെ ലയബിലിറ്റി ഡ്യൂ ഡേറ്റിന് മുമ്പ് ആ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട എമൗണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് സ്വീകരിച്ചു. ഇനി ആ ബില്ലിൻ്റെ ആക്ച്വലായിട്ട് എമൗണ്ട് കിട്ടുന്ന എപ്പോഴാണ്? ഈ പറഞ്ഞ ഫ്യൂച്ചറിലാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ അത് കിട്ടുമോ ഇല്ലോ എന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഡിപ്പെൻഡിങ് ഹാപ്പനിങ് ഇൻ ദി ഫ്യൂച്ചർ. അപ്പോൾ മേ ഓർ മെ നോട്ട് ഹാപ്പൻ, ഒന്നിൽ സംഭവിക്കുക അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കുക, ചിലപ്പോൾ കിട്ടാം കിട്ടാതിരിക്കുക. അപ്പോൾ എന്ത് ലയബിലിറ്റിയാണ്? കണ്ടിജൻ്റ് ലയബിലിറ്റിയാണ്. അപ്പോൾ 132ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. 133ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിവിഡൻഡ് ഈസ് യൂഷ്വലി പെയ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ്, ഫസ്റ്റ് ഓപ്ഷൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, സെക്കൻഡ് ഓപ്ഷൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, തേർഡ് ഓപ്ഷൻ നെറ്റ് പ്രോഫിറ്റ്, ഫോർത്ത് ഓപ്ഷൻ കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഡിവിഡൻഡ് ഈസ് യൂഷ്വലി പെയ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ്, ഏതിൻ്റെ പെർസെൻറ്റേജ് ആണ്? സാർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആണ് സൂട്ടബിൾ ആൻസർ. 133ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. 134ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അൺഎക്സ്പെക്റ്റഡ് റെന്റ് ഗിവൺ ഇൻ ദി ട്രയൽ ബാലൻസ് ഈസ് റെക്കോർഡഡ് ഇൻ, ഫസ്റ്റ് ഓപ്ഷൻ ട്രേഡിംഗ് അക്കൗണ്ട്, സെക്കൻഡ് ഓപ്ഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ ബാലൻസ് ഷീറ്റ്, ഫോർത്ത് ഓപ്ഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അൺഎക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറഞ്ഞാൽ റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആണ്. പക്ഷേ അത് എവിടെയാണ് കൊടുത്തേക്കുന്നത്? ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലാണ്. ഏതെങ്കിലും അഡ്ജസ്റ്റിംഗ് എൻട്രി ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ എവിടെയെങ്കിലും ഒരിടത്ത് മാത്രം എടുത്താൽ മതി. ഒന്നില്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റിലോ എടുത്താൽ മതി. ഫസ്റ്റ് ഇത് ഈ ഐറ്റം എന്താണെന്ന് മനസ്സിലാക്കണം. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് ഇൻ അഡ്വാൻസ് ഇസ് ആൻ അസറ്റാണ്. അപ്പോൾ എവിടെ മാത്രം എടുക്കുകയുള്ളൂ? എവിടെയെങ്കിലും ഒരിടത്ത് എടുത്താൽ മതിയല്ലോ. ഒന്നിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ എവിടെയാണ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റിലോ. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പി ആൻഡ് അക്കൗണ്ട്, പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ്. അപ്പോൾ അസറ്റ് ആയതുകൊണ്ട് എവിടെ എടുക്കുകയുള്ളൂ? ബാലൻസ് ഷീറ്റിലാണ് എടുക്കുകയുള്ളൂ. എങ്ങനെ ആയതുകൊണ്ടാണ്? ഇത് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലായതുകൊണ്ട്. അപ്പോൾ 134ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, ബാലൻസ് ഷീറ്റാണ്. ഈ ട്രയൽ ബാലൻസിൻ്റെ താഴെ അഡ്ജസ്റ്റിംഗ് എൻട്രി ആയിട്ടാണെങ്കിൽ എവിടെയൊക്കെ എടുക്കും? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തേനെ. അപ്പോൾ എങ്ങനെ ആൻസർ വന്നേനെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് വന്നേനെ. പക്ഷേ ഇവിടെ എവിടെയാണ് എടുത്തിട്ടുള്ളത്? എന്ത് ട്രയൽ ബാലൻസ് ആയതുകൊണ്ട് 134ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 135ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോ ജേണൽ എൻട്രീസ് റിക്വയർഡ് ടു ബി പാസ്ഡ് വെൻ ദർ ഈസ് എ, ഫസ്റ്റ് ഓപ്ഷൻ ബാഡേഴ്സ്, സെക്കൻഡ് ഓപ്ഷൻ ലോസ് ഓഫ് ഗുഡ്സ് ബൈ തെഫ്റ്റ്, തേർഡ് ഓപ്ഷൻ നോർമൽ ലോസ്, ഫോർത്ത് ഓപ്ഷൻ അബ്നോർമൽ ലോസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? നോ ജേണൽ എൻട്രി ഈസ് റിക്വയർഡ്, ജേണൽ എൻട്രി ആവശ്യമില്ല. ടു ബി പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. വെൻ ദർ ഈസ് എ, എന്താണെങ്കിൽ നോർമൽ ലോസ് ആണെങ്കിൽ ജേണൽ എൻട്രി ആവശ്യമുണ്ടോ? ദർ ഈസ് എ നോ റിക്വയർഡ് ഫോർ ജേണൽ എൻട്രി. അപ്പോൾ 135ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. ബാഡേഴ്സിന് ജേണൽ എൻട്രി ഉണ്ട്, അബ്നോർമൽ ലോസിനുണ്ട്, ലോസ് ഓഫ് ഗുഡ്സ് ബൈ തെഫ്റ്റ് ഇവിടെയൊക്കെ എന്താണ്? ജേണൽ എൻട്രി ഉണ്ട്. അപ്പം നോ ജേണൽ എൻട്രി ഈസ് റിക്വയർഡ്, നോർമൽ ലോസ് ആണ്. 135 ആൻസർ സി. 136ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ പ്രോമിസറി നോട്ട് ദ പേഴ്സൺ ഹു sign the document is, first option promisee, second option promiser, third option payee, fourth option drawee. In a promissory note, the person who signed the document, I promise to pay, പ്രോമിസർ ആണ്. 136ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 137ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺ ഹു ഗിവ്സ് ആൻഡ് വൺ ഹു ടേക്സ് പവർ ഓഫ് അറ്റോർണീസ്, ഫസ്റ്റ് ഓപ്ഷൻ ബൈലി ബൈലർ, സെക്കൻഡ് ഓപ്ഷൻ ലെസർ ലെസി, തേർഡ് ഓപ്ഷൻ ഡോണർ ഡോണി, ഫോർത്ത് ഓപ്ഷൻ പ്രിൻസിപ്പൽ ഏജന്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺ ഹു ഗിവ്സ് ആൻഡ് വൺ ഹു ടേക്സ് പവർ ഓഫ് അറ്റോർണി ഈസ്. പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞാൽ
ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ആ വ്യക്തി മറ്റൊരു വ്യക്തിനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനാണ് പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത്. അതിനകത്ത് ആ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺ ഹൂ ഗിവ്സ് ആൻഡ് വൺ ഹൂ ടേക്സ് പവർ ഓഫ് അറ്റോർണി. വൺ ഹൂ ഗിവ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി ആയിരിക്കും. അത് ഡോണർ, സി ആണ് ആൻസർ, ഡോണർ ആയിരിക്കും. അദ്ദേഹം ആരെയാണോ അപ്പോയിൻറ്റ് ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ആ വ്യക്തിനെ പറയുന്ന പേരാണ് ഇത് ഡോണി. അപ്പോൾ 137ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡോണർ, ഡോണിയാണ്. 138ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലിമിറ്റേഷൻ പീരീഡ് ഓഫ് എ മോർട്ട്ഗേജ് ഈസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്, നമുക്ക് അറിയാവുന്നൊരു ഒരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് തന്നെയാണ്. അപ്പോൾ 138ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ദ ലിമിറ്റേഷൻ പീരീഡ് ഓഫ് മോർട്ട്ഗേജ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ 3 years, സെക്കൻഡ് ഓപ്ഷൻ 7 years, തേർഡ് ഓപ്ഷൻ 10 years, ഫോർത്ത് ഓപ്ഷൻ 12 years. 138ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ, 12 years ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 139ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഹൈപ്പോത്തിക്കേഷൻ അഡ്വാൻസ് ദ ഓണർഷിപ്പ് ആൻഡ് പൊസഷൻ ആർ ഫസ്റ്റ് ഓപ്ഷൻ വിത്ത് ദി ബാങ്ക്, സെക്കൻഡ് ഓപ്ഷൻ വിത്ത് ദി ബോറോവർ, തേർഡ് ഓപ്ഷൻ വിത്ത് ദി ബോറോവർ ഹാവിംഗ് എ സെക്യൂരിറ്റി ചാർജ് ബൈ ദി ബാങ്ക്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഹൈപ്പോത്തിക്കേഷൻ അഡ്വാൻസിൽ ദ ഓണർഷിപ്പ് ആൻഡ് പൊസഷൻ വിത്ത് ദി ബോറോവർ ആണ്. ഒരു കാരണവശാലും ഓണർഷിപ്പും പൊസഷനും ബാങ്കിന് കൈമാറ്റം ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് ഈ ബി ഓപ്ഷൻ കറക്റ്റാണ്. അതേപോലെ തന്നെ സി ഓപ്ഷനും കറക്റ്റാണ്. കാരണം വിത്ത് ദി ബോറോവർ അതെ, പക്ഷേ എന്താണ് ഹാവിങ് എ സെക്യൂരിറ്റി ചാർജ് ബൈ ദി ബാങ്ക്, ബാങ്കിന് സെക്യൂരിറ്റി ചാർജ് ഉണ്ട്. അപ്പോൾ 139ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് ബിയും സിയും വന്നുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അടുത്ത 140ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 6 ഓഫ് India's Hindu Minority Guardianship Act 1956 provides that the natural guardian of a Hindu minor boy is first option mother, second option father, third option father or mother, fourth option brother. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സെക്ഷൻ 6 ഓഫ് ഇന്ത്യാസ് ഹിന്ദു മൈനോറിറ്റി ഗാർഡിയൻഷിപ്പ് ആക്ട് 1956 പ്രകാരം പ്രൊവൈഡ്സ് ദാറ്റ് ദി നാച്ചുറൽ ഗാർഡിയൻ ഓഫ് ഹിന്ദു മൈനർ ബോയ്, ഹിന്ദു മൈനർ ബോയുടെ നാച്ചുറൽ ഗാർഡിയൻ താഴെ കൊടുത്തിട്ടുള്ളത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 140ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, ഫാദർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 141ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് നോട്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഫസ്റ്റ് ഓപ്ഷൻ ബിൽസ്, സെക്കൻഡ് ഓപ്ഷൻ ചെക്സ്, തേർഡ് ഓപ്ഷൻ DD ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ഫോർത്ത് ഓപ്ഷൻ ടൈം ഡിപ്പോസിറ്റ് റിസിപ്റ്റ്. നമുക്കറിയാം താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ലാത്തത്? 141ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ, ടൈം ഡിപ്പോസിറ്റ് റിസിപ്റ്റ് ആണ്. 142ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ചെക്ക് ഇഷ്യൂഡ് വിത്ത് എ ഫ്യൂച്ചർ ഡേറ്റ് ഇസ് എ കോൾഡ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇസ് എ കോൾഡ് ഡാഷ് ചെക്ക്, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ആണ്. 142ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 143ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസേർഷൻ ഓഫ് എ ഡേറ്റ് ഇൻ എ ചെക്ക് ബൈ ദി ഹോൾഡർ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് എ മെറ്റീരിയൽ ഓൾട്ടറേഷൻ, സെക്കൻഡ് ഓപ്ഷൻ ഈസ് ഇൻവാലിഡ് ആൻഡ് ബാങ്ക് ഷുഡ് നോട്ട് പേ സച്ച് ചെക്ക്, തേർഡ് ഓപ്ഷൻ ഈസ് എ നോട്ട് എ മെറ്റീരിയൽ ഓൾട്ടറേഷൻ, ഫോർത്ത് ഓപ്ഷൻ ഈസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 138 ഓഫ് NA ആക്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ചെക്കിലെ ഹോൾഡർ ഡേറ്റ് ഇടുക അല്ലെ ഇൻസേർഷൻ നടത്തുക, അതൊരു മെറ്റീരിയൽ ഓൾട്ടറേഷൻ ആണോ അതോ അല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇസ് നോട്ട് എ മെറ്റീരിയൽ ഓൾട്ടറേഷൻ ആണ്. 143ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, ഇസ് നോട്ട് എ മെറ്റീരിയൽ ഓൾട്ടറേഷൻ. ഒരു ചെക്കിൽ ഡേറ്റ് ഇല്ലെങ്കിൽ അതിന് ഹോൾഡറിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡേറ്റ് ഇടാൻ വേണ്ടി പറ്റും. കാരണം ഓൾറെഡി അവിടെ എന്താണ് മറ്റ് ഡേറ്റ് ഒന്നുമില്ല, അത് ഒരിക്കലും എന്താണ് ഒരു മെറ്റീരിയൽ ഓൾട്ടറേഷൻ അല്ല. അപ്പോൾ 143ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. 144ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. DICGC ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ പ്രൊവൈഡ്സ് ഗ്യാരണ്ടി ഫോർ ഡിപ്പോസിറ്റ് അപ് ടു എത്ര വരെ? 144ാമത്തെ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ₹5 lakh, സെക്കൻഡ് ഓപ്ഷൻ ₹3 lakh, തേർഡ് ഓപ്ഷൻ ₹2 lakhs, ഫോർത്ത് ഓപ്ഷൻ ₹1 lakh ഫോർ ഡിപ്പോസിറ്റ് അപ് ടു, ഗ്യാരണ്ടി ഫോർ ഡിപ്പോസിറ്റ് അപ് ടു. 144ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ, ₹5 lakhs ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 145ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ഡ്രോൺ ആൻഡ് അക്നോളജ്ഡ് ബൈ ദ ഡ്രോവർ ആൻഡ് ഡ്രോയി വിത്തൗട്ട് ഹാവിംഗ് എനി കൺസിഡറേഷൻ. ഫസ്റ്റ് ഓപ്ഷൻ അക്കോമഡേഷൻ ബില്ല്, സെക്കൻഡ് ഓപ്ഷൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, തേർഡ് ഓപ്ഷൻ ഡിമാൻഡ് പ്രോമിസറി നോട്ട്, ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദി എബോവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ബില്ലാണ് ഡ്രോൺ ആൻഡ് അക്നോളജ്ഡ് ബൈ ദി ഡ്രോവർ ആൻഡ് ഡ്രോയി വിത്തൗട്ട് ഹാവിംഗ് എനി കൺസിഡറേഷൻ? ഒരു കൺസിഡറേഷൻ്റെ പുറത്ത് അല്ല. ഏത് ബില്ലാണ്? വിത്തൗട്ട് ഹാവിംഗ് എനി കൺസിഡറേഷൻ, അക്കോമഡേഷൻ ബില്ലാണ്. 145ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. 146ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി MSF റേറ്റ് ആസ് ഓൺ 1st January 2023 വാസ് ഫസ്റ്റ് ഓപ്ഷൻ 3.35%, സെക്കൻഡ് ഓപ്ഷൻ 6.25%, തേർഡ് ഓപ്ഷൻ 6.5%, ഫോർത്ത് ഓപ്ഷൻ 4.5%. ദ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി MSF rate as on 1st January 2023.
മാർജിൻ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞ ഒരു വിൻഡോയാണ് ബാങ്കിന് എമർജൻസി സിറ്റുവേഷനിൽ RBI നിന്ന് ബോറോ ചെയ്യാൻ. അത് പ്രകാരം റേറ്റ് എത്രയാണ് ആസ് ഓൺ 1 ജാനുവരി 2023 പ്രകാരം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 146ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ 6.5% ആണ്. 147ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കൗണ്ട് പേബിൾ ഈസ് എ ഡാഷ് ഓൺ ദി ബാലൻസ് ഷീറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ കറണ്ട് ലയബിലിറ്റി, സെക്കൻഡ് ഓപ്ഷൻ കറണ്ട് അസറ്റ്, തേർഡ് ഓപ്ഷൻ അക്രൂഡ് ലയബിലിറ്റി, ഫോർത്ത് ഓപ്ഷൻ അക്രൂഡ് അസറ്റ്. അക്കൗണ്ട് പേബിൾ കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട്. സാർ ലയബിലിറ്റി ആണ്. ഏത് ലയബിലിറ്റി ആണ്? കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ 147ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 148ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് എ സോൾവൻസി റേഷ്യോ. ഫസ്റ്റ് ഓപ്ഷൻ ലിക്വിഡിറ്റി റേഷ്യോ, സെക്കൻഡ് ഓപ്ഷൻ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, തേർഡ് ഓപ്ഷൻ ക്വിക്ക് റേഷ്യോ, ഫോർത്ത് ഓപ്ഷൻ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. സോൾവൻസി റേഷ്യോ കമ്പനിയുടെ ലോങ് ടൈം ബാധ്യത കൊടുത്തു തീർക്കാൻ ഇനഫ് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടോ, അതാണ് സോൾവൻസി റേഷ്യോ. ഏതാണ്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് സോൾവൻസി റേഷ്യോ. അപ്പോൾ 148ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. 149ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റുപ്പേ ദ ഇൻഡിജിനസ് കാർഡ് സ്കീം ഈസ് ക്രിയേറ്റഡ് ബൈ ഫസ്റ്റ് ഓപ്ഷൻ NACH, സെക്കൻഡ് ഓപ്ഷൻ RBI, തേർഡ് ഓപ്ഷൻ NABARD, ഫോർത്ത് ഓപ്ഷൻ NPCI. റുപ്പേ ദ ഇൻഡിജിനസ് കാർഡ് സ്കീം ഈസ് ക്രിയേറ്റഡ് ബൈ ഡി ആണ് ആൻസർ, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. 149ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, NPCI ആണ്. 150ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് മോസ്റ്റ് ഓഫൺ പെർഫോം ദി ഫങ്ഷൻസ് ഓഫ് ആൻ intermediary for a financial transaction. First option drawer, second option drawee, third option pay, fourth option none of the above. താഴെ കൊടുത്തിട്ടുള്ളത് ആരാണ് മോസ്റ്റ് ഓഫൺ പെർഫോം ചെയ്യുന്നത്? ദ ഫങ്ഷൻസ് ഓഫ് ആൻ ഇന്റർമീഡിയറി ഫോർ എ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇന്റർമീഡിയറി. ചെക്ക് എടുത്ത് ചെക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡ്രോവർ, ഡ്രോയി, പേയ്. ഡ്രോയി ആണ് ബാങ്ക് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡ്രോയി നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് പരിഗണിക്കാം. അപ്പോൾ 150ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസർ, ഡ്രോയി. അപ്പോൾ ഡ്രോയി എന്ന് പറയുന്നത് ഒരു ബാങ്ക് എന്നുള്ള രീതിയിലാണ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 150ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 151ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഇസ് എ കൊളാട്രൽ സെക്യൂരിറ്റി. ഫസ്റ്റ് ഓപ്ഷൻ സെക്യൂരിറ്റി ഓഫ് അസറ്റ്സ്, സെക്കൻഡ് ഓപ്ഷൻ സെക്യൂരിറ്റി ഓഫ് ഷെയർസ്, തേർഡ് ഓപ്ഷൻ ഗുഡ്സ് പ്ലഡ്ജഡ്, ഫോർത്ത് ഓപ്ഷൻ സപ്ലൈ ബിൽസ്. ലോണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഓഫ് അസറ്റ്സ് ആണ് സ്യൂട്ടബിൾ ആൻസർ. അപ്പോൾ 151ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. 152ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. To open a new branch or to shift the branch from one place to another place by a district central cooperative bank, sanctions of dash should be obtained. First option RCS, second option state government, third option central government, fourth option RBI. District central cooperative bank ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ബ്രാഞ്ച് ഷിഫ്റ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിലോ സാങ്ഷൻസ് ഓഫ് ഡാഷ് ഷുഡ് ബി ഒപ്റ്റൈൻഡ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരുടെ സാങ്ഷനാണ് ഒപ്റ്റൈൻ ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 152ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ, RBI ആണ്. 153ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് not a method of credit control. First option bank rate, second option direct action, third option note issue, fourth option rationing of credit. താഴെ കൊടുത്തിട്ടുള്ളതിൽ ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 153ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, നോട്ട് ഇഷ്യൂ ആണ്. നോട്ട് എ മെത്തേഡ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ് അല്ലാത്തത്. ബാക്കി ബാങ്ക് റേറ്റും ഡയറക്റ്റ് ആക്ഷനും റേഷനിങ് ഓഫ് ക്രെഡിറ്റ് ഒക്കെ ഈ ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡാണ്. അപ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ് അല്ലാത്തത് സി ആണ് ആൻസർ, നോട്ട് ഇഷ്യൂ. അപ്പോൾ 153ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 154ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സ്നാപ്ഷോട്ട് ഓഫ് എ ബാങ്ക് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫസ്റ്റ് ഓപ്ഷൻ R&D സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് ഓപ്ഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ ബാലൻസ് ഷീറ്റ്, ഫോർത്ത് ഓപ്ഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റ്. താഴെ കൊടുത്തിട്ടുള്ളത് ഏതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ആസ് എ സ്നാപ്ഷോട്ട് ഓഫ് എ ബാങ്ക്സ് ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയാൻ നേരത്തെ നമുക്കറിയാം ബാലൻസ് ഷീറ്റ് ആണ്. അപ്പോൾ 154ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, ബാലൻസ് ഷീറ്റ്. 155ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇനിഷ്യൽ റീപേയ്മെന്റ് ഹോളിഡേസ് ഗിവൺ ടു എ ബോറോവർ ഫോർ ദി റീപേയ്മെന്റ് ഓഫ് ലോൺ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ അമോർട്ടൈസേഷൻ, സെക്കൻഡ് ഓപ്ഷൻ സബ്വെൻഷൻ, തേർഡ് ഓപ്ഷൻ ഗ്യാപ്പ്, ഫോർത്ത് ഓപ്ഷൻ മൊറട്ടോറിയം. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ഇനിഷ്യലായിട്ട് റീപേയ്മെൻറ്റിനുള്ള ഹോളിഡേയ്സ് ഗിവൺ ചെയ്യുവാണ് ബോറോവറിന്. പണം കടം എടുത്തിട്ടുള്ള വ്യക്തിക്ക് ഇനിഷ്യൽ റീപേയ്മെൻറ്റ് ഹോളിഡേയ്സ് അനുവദിക്കുകയാണ് ഫോർ ദി റീപേയ്മെൻറ്റ് ഓഫ് ലോണിൻ്റെ റീപേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഹോളിഡേയ്സ് അനുവദിക്കുന്നതിന് പറയുന്നു. ഇനിഷ്യൽ റീപേയ്മെൻറ്റ് ഹോളിഡേയ്സ് ഗിവൺ ടു എ ബോറോവർ ഫോർ ദി റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ഈസ് മൊറട്ടോറിയം ആണ്. അപ്പോൾ 155ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ, മൊറട്ടോറിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 156ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് ATM ഇൻ ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ ഡാഷ് ബൈ
HFBC in Mumbai? First option 1982, second option 1985, third option 1987, fourth option 1989. The first ATM in India was set up in 1987 ഫസ്റ്റ് ATM ഇൻ ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് മുംബൈയിലാണ് ബൈ HFBC അല്ല HSBC ആണ്, ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ദ ഫസ്റ്റ് ATM ഇൻ ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ 1987 ബൈ HSBC ഇൻ മുംബൈ. അപ്പോൾ 156ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ HFBCക്ക് പകരം HSBC ആണെങ്കിൽ C 1987 എന്ന് നമുക്ക് കൊടുക്കാമായിരുന്നു. അടുത്ത 157ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മെർച്ചൻ്റ് ബാങ്ക് റെഫേഴ്സ് ടു ഫസ്റ്റ് ഓപ്ഷൻ ലീസിംഗ്, സെക്കൻഡ് ഓപ്ഷൻ ഡീലിംഗ് വിത്ത് സെക്യൂരിറ്റീസ് ഓൺ ഫീ ബേസിസ്, തേർഡ് ഓപ്ഷൻ സെൽ ഓഫ് ഇൻഷുറൻസ് പ്രൊഡക്റ്റ്, ഫോർത്ത് ഓപ്ഷൻ ബാങ്കിങ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് റിസൈഡിംഗ് ഇൻ 2 countries. മെർച്ചൻ്റ് ബാങ്ക് റെഫേഴ്സ് ടു സ്യൂട്ടബിൾ ആൻസർ ബി ആണ് ആൻസർ, ഡീലിംഗ് വിത്ത് സെക്യൂരിറ്റീസ് ഓൺ ഫീ ബേസിസ്. 157ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 158ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് കമ്മിറ്റി. ഫസ്റ്റ് ഓപ്ഷൻ ശിവരാമൻ, സെക്കൻഡ് ഓപ്ഷൻ രാകേഷ് മോഹൻ, തേർഡ് ഓപ്ഷൻ വൈദ്യനാഥൻ, ഫോർത്ത് ഓപ്ഷൻ നരസിംഹൻ. ദ കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് നരസിംഹൻ കമ്മിറ്റി. 158ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 159ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സെന്റർ വെയർ ഓൺലി അക്കൗണ്ട്സ് ഓർ പ്രൊഡക്ട്സ് ഇൻഫർമേഷൻ ഈസ് പ്രൊവൈഡഡ് ടു ദി കസ്റ്റമർ ത്രൂ ടെലി ബാങ്കിങ് ഫെസിലിറ്റി ആൻഡ് നോ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഈസ് അണ്ടർടേക്കൺ ഈസ് കോൾഡ്. ഫസ്റ്റ് ഓപ്ഷൻ കോൾ സെന്റർ, സെക്കൻഡ് ഓപ്ഷൻ ക്രെഡിറ്റ് കാർഡ് സെന്റർ, തേർഡ് ഓപ്ഷൻ എക്സ്റ്റൻഷൻ കൗണ്ടർ, ഫോർത്ത് ഓപ്ഷൻ ഓഫ് സൈറ്റ് ATM. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എ സെന്റർ വെയർ ഓൺലി അക്കൗണ്ട്സ് ഓർ പ്രൊഡക്ട്സ് ഇൻഫർമേഷൻ ഈസ് പ്രൊവൈഡഡ് ടു ദി കസ്റ്റമർ. കസ്റ്റമറിന് അക്കൗണ്ട്സ് ഓർ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. എങ്ങനെ? ത്രൂ ടെലി ബാങ്കിങ് ഫെസിലിറ്റി മുഖേന ആൻഡ് നോ ബാങ്ക് ട്രാൻസാക്ഷൻ ഈസ് അണ്ടർടേക്കൺ. അതല്ലാതെ ബാങ്ക് ട്രാൻസാക്ഷൻ ഒന്നും അണ്ടർടേക്കൺ ചെയ്യില്ല. കസ്റ്റമറിന് അക്കൗണ്ട്സ് ഓർ പ്രൊഡക്ട്സ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. എങ്ങനെ? ടെലി ബാങ്കിങ് ഫെസിലിറ്റി മുഖേന ആൻഡ് നോ ബാങ്ക് ട്രാൻസാക്ഷൻ ഈസ് അണ്ടർടേക്കൺ ഈസ് കോൾഡ്. ഏത് സെൻറ്റർ ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 159ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കോൾ സെൻറ്റർ ആണ്. 160ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ്സ് കനോട്ട് ബി എൻഗേജ്ഡ് ആസ് BCS, അതായത് ബിസിനസ് കറസ്പോണ്ടൻസ് ആയിട്ട് എൻഗേജ് ചെയ്യാത്തത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫോളോവിങ് കനോട്ട് ബി എൻഗേജ്ഡ് ആസ് BCS. ഫസ്റ്റ് ഓപ്ഷൻ പോസ്റ്റ് ഓഫീസ്, സെക്കൻഡ് ഓപ്ഷൻ ഫാർമേഴ്സ് ക്ലബ്ബ്, തേർഡ് ഓപ്ഷൻ NGOs, ഫോർത്ത് ഓപ്ഷൻ പാക്സ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് കനോട്ട് ബി എൻഗേജ്ഡ് ആസ് എ ബിസിനസ് കറസ്പോണ്ടൻറ്റ് ആസ് ഏതാണ് ആൻസർ വന്നേക്കുന്നത്? 160ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ, പോസ്റ്റ് ഓഫീസാണ്. അപ്പോൾ ഇതോടുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത സെഷനിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.